Hi everyone. So, we will video chapter 4, that is Principle of Mathematical Induction, previous year question papers discuss this video. We will questions. So, March 2016 question P of n is equal to a plus a into r plus a r square plus etc. plus a r raised to n minus 1 is equal to a into r raised to n minus 1 divided by r minus 1. But this same problem, that is problem principle of mathematical induction വെച്ചിട്ട് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ സെയിം പ്രോബ്ലം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുണ്ടാണ്. എനിക്ക് തോന്നുന്നു എക്സർസൈസിനകത്ത് 12th പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ പ്രോബ്ലം ഒന്ന് ചെയ്ത് പഠിച്ചോളാം കേട്ടോ. ബിക്കോസ് ഇത് നിങ്ങൾക്ക് വേറെ 2016 അല്ലാതെ വേറെയും ചോദിച്ചിട്ടുണ്ട്, വേറെ ഇയറിലും ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സർസൈസിലുള്ള 9th പ്രോബ്ലം അതും ഞാൻ പ്രീവിയസ് വീഡിയോസിൽ അപ്പം സോ പ്ലേലിസ്റ്റിൽ പോയാൽ അതിനകത്ത് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു 10 വീഡിയോസ് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. സോ പ്ലേലിസ്റ്റിൽ നോക്കുക, അതിനകത്ത് ഈ പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്, ഇത് രണ്ടും ചെയ്തിട്ടുണ്ട്. അപ്പം 9th പ്രോബ്ലവും കൂടെ ഒന്ന് പഠിച്ചോളാം. ബിക്കോസ് ഈ ചാപ്റ്ററിൽ നിന്ന് ഒത്തിരി അങ്ങ് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കില്ല. ബിക്കോസ് മാക്സിമം 4 മാർക്സിനൊക്കെ ഇതിനകത്ത് ക്വസ്റ്റ്യൻ ചോദിക്കത്തുള്ളൂ. പിന്നെ ഈ പ്രാവശ്യം പാറ്റേൺ മാറിയത് കൊണ്ട് ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചിലപ്പോൾ 3 മാർക്കിനായിരിക്കും ചോദിക്കുന്നത്, പറയാൻ പറ്റത്തില്ല. പിന്നെ ടൈമും ഉണ്ടല്ലോ, സോ ചിലപ്പം 4 മാർക്സിന് തന്നെ ചോദിക്കും. സോ അതുകൊണ്ട് ഈ പ്രോബ്ലംസ് ഒക്കെ എല്ലാവരും ഒന്ന് പഠിച്ചോളൂ കേട്ടോ. സോ പിന്നെ ഒരു കാര്യം കൂടെ, ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്, ലെറ്റ്സ് ലേൺ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ്. അപ്പോൾ അതിനകത്ത് ഞാൻ ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാംസിന് എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഒക്കെ വരുവാണെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ലിങ്ക് ഒക്കെ ഇട്ടേക്കാം. സോ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, എല്ലാവരും അതിലൊന്ന് ജോയിൻ ചെയ്യുക കേട്ടോ. ഇനി 2016 ഇംപ്രൂവ്മെന്റിന്റെ ക്വസ്റ്റ്യൻ ആണ്. P of n is equal to x raised to n minus y raised to n is divisible by x minus y. First question, show that P of 1 is true. Second, verify that P of n is true for n belongs to n by the principle of mathematical induction. So, നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്ത് എഴുതും? Let P of n എന്ന് പറഞ്ഞാൽ x raised to n minus y raised to n is divisible by x minus y. x minus y എന്ന് എഴുതി. ദെൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ഓപ്ഷൻ ഷോ ദാറ്റ് പി ഓഫ് 1 ഈസ് ട്രൂ എന്നാണ്. ദാറ്റ് ഈസ് നമ്മൾ എന്നിന്റെ സ്ഥാനത്ത് 1 കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെയും നമുക്ക് എന്നിന്റെ സ്ഥാനത്ത് 1 കൊടുക്കണം. സോ എക്സ് റേസ് ടു 1 മൈനസ് വൈ റേസ് ടു 1 എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് വൈ എന്ന് തന്നെയാണ്. സോ ദാറ്റ് ഈസ് എന്താണ്? ഡിവിസിബിൾ ബൈ എക്സ് മൈനസ്, അതായത് എക്സ് മൈനസ് വൈ ഡിവൈഡ് ബൈ എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 തന്നെ ആണല്ലോ. സോ ദിസ് ഈസ് ഡിവിസിബിൾ ബൈ x minus y. So next step la nammal p of k assume cheyunu. So assume that p of k is true. So p of k ennu parnal that is nammal enide stanathu k kodukunu. It is x raised to k minus y raised to k is divisible by x minus y. So ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? അതായത് p of k plus 1 ട്രൂ ആണെന്ന് കാണിക്കണം അല്ലേ. സോ പി ഓഫ് കെ പ്ലസ്, ഇപ്പം നിങ്ങൾ ആ സ്റ്റെപ്പ് കൊണ്ട് എഴുതിക്കോളുക. ഷോ ദാറ്റ് പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ. സോ പി ഓഫ് കെ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഈ കെയുടെ സ്ഥാനത്ത് കെ പ്ലസ് 1 കൊടുക്കുന്നു. വൈ റേസ് ടു കെ പ്ലസ് 1 ഈസ് ഡിവിസിബിൾ ബൈ എക്സ് മൈനസ് വൈ. ഓക്കെ, സോ അപ്പം ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്തത്. അതായത് എക്സ് റേസ് ടു കെ പ്ലസ് 1 മൈനസ് വൈ റേസ് ടു കെ പ്ലസ് 1 ഈസ് ഡിവിസിബിൾ ബൈ എക്സ് മൈനസ് വൈ. ഇതാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പം നമുക്കിവിടെ ഒരു സ്റ്റെപ്പും കൂടി എഴുതാമായിരുന്നു അല്ലേ. അതായത് പി ഓഫ് കെ എന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് എക്സ് റേസ് ടു കെ മൈനസ് വൈ റേസ് ടു കെ ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് വൈ ഇൻറ്റു ഡി എന്ന് എഴുതാം. അറിയാലോ, നമ്മൾ പോയ പ്രോബ്ലത്തിലെല്ലാം ചെയ്തതാണ്. സോ ഇങ്ങനെ ഒരു സ്റ്റെപ്പും കൂടി ഇവിടെ എഴുതിക്കണേ ഇവിടെ. സോ ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഈ എക്സ് റേസ് ടു കെ പ്ലസ് 1 ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുക അല്ലേ. സോ എക്സ് റേസ് ടു കെ ഇൻറ്റു എക്സ് മൈനസ് വൈ റേസ് ടു കെ പ്ലസ് 1 എന്ന് എഴുതി. എന്തിനാണ് അങ്ങനെ എഴുതിയത്? ബിക്കോസ് നമുക്ക് ഇവിടെ അടുത്ത സ്റ്റെപ്പിൽ എന്താണ് വേണ്ടത്? ഈ ടേം നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ നോക്കണം. സോ അതിന് നമുക്ക് ഈ ആദ്യത്തെ ടേം മാത്രം നമുക്ക് മതി, എക്സ് റേസ് ടു കെ എന്നുള്ളത് മാത്രം മതി. അതിന് വേണ്ടിയിട്ടാണ് ഈ എക്സ് റേസ് ടു കെ പ്ലസ് 1 ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടാക്കിയത്. സോ ഇതിനകത്ത് നമുക്ക് ഈ എക്സ് വെളിയിൽ എടുക്കാമല്ലോ. അപ്പോൾ എക്സ് വെളിയിൽ എടുക്കുവാണെങ്കിൽ എക്സ് റേസ് ടു കെ എന്ന് കിട്ടും. സോ എക്സ് റേസ് ടു കെ എന്ന് മാത്രം മതിയോ? പിന്നെ നമ്മൾ ഇവിടെ അല്ല നോക്കേണ്ടത്,
ഓക്കെ, പിന്നെ എവിടെയാണ് നോക്കേണ്ടത്? ഇവിടെയാണ് നോക്കേണ്ടത്. ഇവിടെ നോക്കുക, നമുക്ക് എക്സ് റേസ് ടു കെ ഒരു മൈനസ് വൈ റേസ് ടു കെയും കൂടെ വേണം. സോ ഞാനൊരു മൈനസ് വൈ റേസ് ടു കെയും കൂടെ കൊടുത്തു. സോ വാല്യൂ ചേഞ്ച് ചെയ്യാതിരിക്കാൻ വേണ്ടി പ്ലസ് വൈ റേസ് ടു കെയും കൂടെ കൊടുത്തു. എന്തിനാണ് ഇവിടെ വൈ റേസ് ടു കെ എന്ന് കൊടുക്കുന്നത്? ബിക്കോസ് എക്സ് റേസ് ടു കെ മൈനസ് വൈ റേസ് ടു കെ എന്നുണ്ടെങ്കിൽ മാത്രമേ ഇത്രയും ടേമിന് നമുക്ക് എക്സ് മൈനസ് വൈ ഇൻറ്റു ഡി എന്ന് കൊടുക്കാൻ പറ്റത്തുള്ളൂ. സോ മൈനസ്, പിന്നെ എന്താ എഴുതുന്നത്? ഇവിടെയുള്ള ഈ ടേം ദാറ്റ് ഈസ് വൈ റേസ് ടു കെ പ്ലസ് 1 എന്ന് കൊടുത്തു. സോ അടുത്ത സ്റ്റെപ്പിൽ ഈ എക്സ് റേസ് ടു കെ മൈനസ് വൈ റേസ് ടു കെക്ക് നമുക്ക് എക്സ് മൈനസ് വൈ ഇൻറ്റു ഡി എന്ന് കൊടുക്കാം. സോ എക്സ് ഇൻറ്റു എക്സ് മൈനസ് വൈ ഇൻറ്റു ഡി പ്ലസ് വൈ റേസ് ടു കെ മൈനസ് വൈ റേസ് ടു കെ പ്ലസ് 1 എഴുതാം. ഓക്കെ, സോ ഞാൻ അടുത്ത സ്റ്റെപ്പിൽ, അപ്പോൾ എപ്പോഴും നിങ്ങൾ ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓക്കെ, ഇതിന് നമ്മളിപ്പോൾ എക്സ് മൈനസ് വൈ ഇൻറ്റു ഡി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുക? ഈ ബ്രാക്കറ്റിന് വെളിയിലുള്ള ടേമിനെ വെച്ചിട്ട് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് വൈ ഇൻറ്റു ഡി പ്ലസ് എക്സ് ഇൻറ്റു വൈ റേസ് ടു കെ മൈനസ് വൈ റേസ് ടു കെ ഇൻറ്റു വൈ എന്ന് എഴുതാമല്ലോ. ഓക്കെ, ദെൻ ഇവിടെയും വൈ റേസ് ടു കെ ഉണ്ട്, ഇവിടെയും വൈ റേസ് ടു കെ ഉണ്ട്. സോ നമുക്ക് വൈ റേസ് ടു കെ കോമൺ എടുക്കാം. സോ എക്സ് ഇൻറ്റു എക്സ് മൈനസ് വൈ ഇൻറ്റു ഡി പ്ലസ് വൈ റേസ് ടു കെ ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ന് കിട്ടും. ഓക്കെ, സോ അടുത്ത സ്റ്റെപ്പിൽ നോക്കിയാൽ ഇവിടെയും എക്സ് മൈനസ് വൈ ഉണ്ട്, ഇവിടെയും എക്സ് മൈനസ് വൈ ഉണ്ട്. സോ ഞാൻ ആ എക്സ് മൈനസ് വൈയെ രണ്ട് ടേമിൽ നിന്നും വെളിയിലെടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ടേമിൽ എനിക്ക് എക്സ് ഇൻറ്റു ഡി ഉണ്ട് പ്ലസ് വൈ റേസ് ടു കെ ഉണ്ട്. ഓക്കെ, സോ അടുത്ത സ്റ്റെപ്പിൽ ഞാൻ എക്സ് മൈനസ് വൈ ഇൻറ്റു പി എന്ന് എടുക്കുന്നു. വേർ പി എന്ന് പറഞ്ഞാൽ പി ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ഡി പ്ലസ് വൈ റേസ് ടു കെ എന്ന് എടുക്കുന്നു. ഓക്കെ, സോ അതാണ് നമ്മുടെ പി, അതായത് ഇത്രയും ടൈം. അപ്പം നോക്കിക്കേ, നമുക്ക് പി ഓഫ് കെ പ്ലസ് 1 ആണ് ഇങ്ങനെ കിട്ടിയത്. പി ഓഫ് കെ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിട്ടി. സോ ദിസ് ഇസ് ഡിവിസിബിൾ ബൈ എക്സ് മൈനസ് വൈ അല്ലേ? അതായത് എക്സ് മൈനസ് വൈ ഇൻറ്റു പി എ നമുക്ക് എക്സ് മൈനസ് വൈ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാമല്ലോ. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പി കിട്ടും. പി എന്ന് പറഞ്ഞ ടേമാണ് ഏത്? ഇത്. ഈ ടേമിനെയാണ് നമുക്ക് ഫുള്ളായിട്ട് നമ്മൾ പി എന്ന് പറഞ്ഞെടുത്തത്. മനസ്സിലായോ? അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പോലെ തന്നെ, അതായത് 20 ഡിവൈഡഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ 5 എന്ന് എടുത്തില്ലേ. സോ അതായത് 20 ഈസ് ഈക്വൽ ടു 4 ഡി എന്ന് നമ്മൾ എടുത്തു. ആ ഡി എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഡി ടൈംസ് അത്രയും മൾട്ടിപ്പിൾ ആണ്, 4ന്റെ അത്രയും മൾട്ടിപ്പിൾ ആണ് നമുക്ക് 20 എന്ന് പറഞ്ഞു കിട്ടുന്നത്. അപ്പൊ ഇവിടെയും അതുപോലെ തന്നെ നമുക്ക് എന്താണ്? എക്സ് റേസ് ടു കെ പ്ലസ് 1. ഓക്കെ, ഇവിടെ എക്സ് റേസ് ടു കെ പ്ലസ് 1 മൈനസ് വൈ റേസ് ടു കെ പ്ലസ് 1 ഈസ് ഡിവിസിബിൾ ബൈ എക്സ് മൈനസ് വൈ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. സോ നമ്മൾ ഈ എക്സ് റേസ് ടു കെ പ്ലസ് 1 മൈനസ് വൈ റേസ് ടു കെ പ്ലസ് 1നെയാണ് ഇതാ ഇങ്ങനെ സോൾവ് ചെയ്ത് എക്സ് മൈനസ് വൈ ഇൻറ്റു പി എന്ന് കൊണ്ടുവന്നത്. സോ ഇതെന്ന് പറഞ്ഞാൽ ഡിവിസിബിൾ ബൈ എക്സ് മൈനസ് വൈ ആണ്. സോ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എന്തെന്ന് എഴുതാം? അതായത് എക്സ് റേസ് ടു കെ പ്ലസ് 1 മൈനസ് വൈ റേസ് ടു കെ പ്ലസ് 1 ഈസ് ഡിവിസിബിൾ ബൈ എക്സ് മൈനസ് വൈ, ദറ്റ് ഈസ് പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ. സോ നമ്മൾ പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണെന്ന് കാണിച്ചു. അപ്പൊ പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണെന്ന് കാണിച്ചാൽ മാത്രം മതിയോ? പോരാ. സോ പി ഓഫ് കെ പ്ലസ് 1 എപ്പോഴാണ് ട്രൂ ആകുന്നത്? അതായത് പി ഓഫ് കെ ട്രൂ ആണ്. അതായത് ഇത് നമ്മൾ അസ്യൂം ചെയ്തതാണ്. ഓക്കെ, പി ഓഫ് കെ എന്ന് പറഞ്ഞാൽ നമ്മൾ അസ്യൂം ചെയ്ത കാര്യമാണ്. സോ പി ഓഫ് കെ ട്രൂ ആണെങ്കിൽ നമുക്ക് പി ഓഫ് കെ പ്ലസ് 1, ബിക്കോസ് നമ്മൾ ഈ പി ഓഫ് കെ അല്ല ഇവിടെ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്. സോ ഇഫ് പി ഓഫ് കെ ഈസ് ട്രൂ ദെൻ പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണ്. അങ്ങനെയാണെങ്കിൽ ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ the statement is true for every positive integer n. നമ്മളോട് ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്, പി ഓഫ് എൻ ഈസ് ട്രൂ ഫോർ ഓൾ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്. ഓക്കെ, സോ അപ്പൊ നിങ്ങൾ ലാസ്റ്റ് അത്രയും തന്നെ എഴുതി വെച്ചോളൂ കേട്ടോ. അതായത് നമ്മളിവിടെ പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ എന്ന് കാണിച്ചു. പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആവുന്ന എപ്പോഴാണ്? പി ഓഫ് കെ ട്രൂ ആവും, ബിക്കോസ് നമ്മൾ പി ഓഫ് കെ അസ്യൂം ചെയ്യുകയാണ് ചെയ്തത്. സോ പി ഓഫ് കെ ട്രൂ ആണെങ്കിൽ പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണെന്ന് കാണിക്കുന്നു. ദെൻ by the principle of mathematical induction, this statement is true for all n belongs to n. Okay. അപ്പോൾ നമ്മളിപ്പോൾ ടോട്ടൽ 6 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതായത് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിലെ
അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ കൂടുതലും ഈ ഡിവിസിബിൾ ബൈ എന്നൊക്കെ ഉള്ളതാണ് ചോദിക്കുന്നത്. പിന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ ഒരെണ്ണം ചെയ്തായിരുന്നു 1+3+ എന്ന് പറഞ്ഞിട്ട്. സോ അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചോളാം. അപ്പോൾ എന്തായാലും നിങ്ങളെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് അത് നല്ലപോലെ ഒന്ന് പഠിച്ചിട്ടേ എക്സാമിന് പോകാവുള്ളൂ. ഓക്കെ, സോ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കോംപ്ലക്സ് നമ്പേഴ്സ് എന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാം.